ഹായ് ഓൾ വെൽക്കം ടു ലേൺ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടിസിനെ കുറിച്ചാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ആ പേര് പോലെ തന്നെ അവിടെ സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ആണുള്ളത്. CUET PG പ്രോഗ്രാം ആയിട്ട് നമുക്ക് 46 പ്രോഗ്രാംസ് ഉണ്ട്. ആ രീതിയിൽ CUET PGയുടെ സ്കോർ കാർഡ് വെച്ചുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ അഡ്മിഷനിൽ PG കാണാൻ പറ്റും. PG ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ PG പ്രോഗ്രാംസിൽ തന്നെ 3 ഗേറ്റ് വേ ഉണ്ട്. ഓക്കെ, നോൺ CUET PG സ്റ്റുഡൻസിന് എങ്ങനെ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും, അവിടെ CUET PG ത്രൂ എങ്ങനെയാണ്, അതേപോലെ CAT MBA പ്രോഗ്രാംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ CAT എക്സാം ത്രൂ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രൊസീജിയർ അവിടെ പറയുന്നുണ്ട്. സോ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ CUET PG ത്രൂ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വായിച്ചു നോക്കാം. ഇനി നമ്മൾ നേരെ ബ്രൗസറിൽ നോക്കാൻ പോവാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. 2026-27 അക്കാഡമിക് സെക്ഷനിലെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കുകയാണ്. CUET PG 2026 എക്സാം അപ്പിയർ ചെയ്ത ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഓൾസോ അതിന്റെ സ്കോർ അതാണ് വെയിറ്റേജ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പ്യുവർലി നമ്മുടെ സ്കോർ ബേസ്ഡ് ആയിട്ടാണ് അഡ്മിഷൻ നടക്കുന്നത്. അതേപോലെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് റിസർവേഷൻ റൂൾ ഉണ്ട്. അതായത് ഇപ്പോൾ റിസർവേഷൻ കാറ്റഗറി വൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചില സമയങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും. അപ്പം ആ രീതിയിലായിരിക്കും ഫൈനൽ സീറ്റ് അലോക്കേഷൻ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ അതർ ഇൻസ്ട്രക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ടിസിന്റെ ക്യാമ്പസുകൾ വരുന്നത് മെയിൻ ക്യാമ്പസ് മുംബൈയിലാണ് വരുന്നത്. അതല്ലാതെ നമുക്ക് 3 ഓഫ് ക്യാമ്പസ് വരുന്നുണ്ട്: ഗുവാഹത്തി, ഹൈദരാബാദ് ആൻഡ് തുലിജാപൂർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോകാനായിട്ട് നിങ്ങൾ ആ ഒരു ക്യാമ്പസ് ചൂസ് ചെയ്യുക. ആ ഒരു പ്രോഗ്രാം അവിടെ ഉള്ളത് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാമ്പസും ചൂസ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് 3 പ്രോഗ്രാമാണ് നിങ്ങൾക്ക് മാക്സിമം ചൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ 3 കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 3 കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് ദ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി ഓൺലൈനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, ഓക്കെ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോഗ്രാമിന് 900 റുപ്പീസ് പ്ലസ് ബാങ്ക് ചാർജ് ആയിരിക്കും. ഇനി അത് 2 പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡബിൾ എമൗണ്ട്, ഓക്കെ, 1800 രൂപ വരുന്നുണ്ട്. ട്രിപ്പിൾ അല്ലെങ്കിൽ 3 പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ ആയിരിക്കും ആ ചാർജ് വരുന്നത്. ഇനി OBC NCL EWS കാറ്റഗറിയിൽ നിങ്ങൾ ഓർക്കുക, OBC NCL എന്ന് പറയുമ്പോൾ 1 lakh എബവ് ഇൻകം, അതായത് ആനുവൽ ഇൻകം ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ആ ആളുകൾക്ക് 600 രൂപ പ്ലസ് ബാങ്ക് ചാർജ് ആണ് അവരുടെ ഒരു പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത്. ആൻഡ് ഓൾസോ 2 പ്രോഗ്രാം ആവുന്ന സമയത്ത് അത് ഡബിൾ ചെയ്യുന്നുണ്ട്, 1200 രൂപ പ്ലസ് ബാങ്ക് ചാർജ് വരുന്നുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഗോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം 3 പ്രോഗ്രാം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി SC ST കാറ്റഗറിയിൽ അതേപോലെ തന്നെ ഒരു OBC കാറ്റഗറി, അതിൽ ഇൻകം ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ലെസ് ദാൻ 1 lakh വരുന്ന ഒരു കണ്ടീഷനിൽ SC ST കാറ്റഗറിയിൽ ഇൻകം എന്ന് പറയുന്നത് 2.5 lakh വരുന്ന സമയത്ത്, ലെസ് ദാൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എമൗണ്ടിൽ ഡിഫറൻസ് വരുന്നുണ്ട്. 500 റുപ്പീസ് പ്ലസ് ബാങ്ക് ചാർജ് ആണ് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. ഇനി 1000 റുപ്പീസ് ആയിരിക്കും നിങ്ങൾ 2 പ്രോഗ്രാം, 1500 രൂപയായിരിക്കും 3 പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു ഫീസ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് എത്ര എണ്ണം അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ജനറൽ ആണ് നിങ്ങളുടെ കാറ്റഗറി എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ നിങ്ങൾ സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതി. EWS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറിന്റെ കൂടെ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫൈനൽ ഇയർ 2025-26 ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതായത് ഒരു കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് ഇഷ്യൂഡ് ആയിരിക്കണം ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് 8 lakh, അതായത് 8 ലക്ഷത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല, കുറവായിരിക്കണം എന്നും കൂടെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു PDF-ന്റെ താഴെയായിട്ട് അനക്സർ 1 and 5 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, ഇനി SC ST കാറ്റഗറിയിൽ രണ്ടായിട്ടാണ് പറയുന്നത്. നമ്മുടെ ആനുവൽ ഇൻകം ലെസ് ദാൻ 2.5 lakh വരുന്ന കണ്ടീഷനിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത്
നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം തഹസിൽദാറിന്റെ ആ ഒരു കോമ്പറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്തതായിരിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റും സിഗ്നേച്ചറും ഫോട്ടോയും വെക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനി SC ST അതിൽ തന്നെ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് മോർ ദാൻ 2.5 ലാക്ക് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. OBC NCL ഇതേപോലെ 1 ലാക്ക് ബിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറിന്റെ കൂടെ OBC NCL കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കണം. അത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് April 1, 2026 ശേഷമുള്ളതായിരിക്കണം വെക്കേണ്ടത്. ഓക്കെ. ഇനി ഇൻകം സർട്ടിഫിക്കറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അവിടെ നമുക്ക് തഹസിൽദാറിന്റെ ഒരു ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇനി കാറ്റഗറിയിൽ നമ്മൾ OBC NCL തന്നെ 1 ലാക്ക് എബവ് ഇൻകം ഉള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ OBC സർട്ടിഫിക്കറ്റ് വെക്കുക. OBC സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ April 1, 2026 ശേഷമുള്ളതായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഇനി ഇൻകം സർട്ടിഫിക്കറ്റും വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ. ഇനി PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ നമ്മളെ ആ ഒരു ഡിസേബിലിറ്റി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വെക്കുക. അതിൽ പറയുന്നുണ്ട് നോട്ട് ലെസ് ദാൻ 40% ആ ഒരു കണ്ടീഷൻ ആയിരിക്കണം. അത് ഇഷ്യൂഡ് ഫ്രം എ മെഡിക്കൽ അതോറിറ്റി ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് വെക്കുക. അതേപോലെ നിങ്ങൾക്ക് ബാക്കി ആംഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാശ്മീരി മൈഗ്രൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കാശ്മീരി മൈഗ്രൻസ് ഉണ്ടാവില്ലല്ലോ അല്ലെ കേരളത്തിൽ. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് പ്രോഗ്രാംസ് ഓരോ ക്യാമ്പസിലും അവൈലബിൾ ആയിട്ടുള്ളത്, അവിടുത്തെ എലിജിബിലിറ്റി എന്താണ്, ഇൻടേക്ക് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ മുംബൈ ക്യാമ്പസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഓരോ സ്കൂളുകളായിട്ടാണ് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കോഴ്സുകൾ പഠിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ മാസ്റ്റർ ഓഫ് ആർട്സിൽ അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുക്കുമ്പോൾ അവിടെ ടെസ്റ്റ് പേപ്പർ കോഡ് നമ്മൾ CUT എക്സാം എഴുതിയിട്ടുണ്ട്. അതിന്റെ ടെസ്റ്റ് പേപ്പർ കോഡ് COQP09 to ഈ P12 വരെയുള്ള ഈ ഒരു പേപ്പർ കോഡ് എഴുതിയ ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആൻഡ് അവിടുത്തെ എത്ര സീറ്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 സീറ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി അവിടുത്തെ എലിജിബിലിറ്റി പറയുന്നത് നിങ്ങൾക്ക് ഹോണേഴ്സ് അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം എന്നുള്ളത് പറയുന്നുണ്ട്. അവിടെ 3 years ബാച്ചിലേഴ്സ് ഡിഗ്രി പോസിബിൾ ആണ്. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ ഓർ ഇട്ടിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ 4 year ബാച്ചിലേഴ്സ് പ്രോഗ്രാം ആയാലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ ആണ് അവിടുത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ പറയുന്നത്. ഓക്കെ. ഇനി ബാക്കി ക്യാൻസലേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇങ്ങനെ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ട പ്രോഗ്രാം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പം നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് നോക്കുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ലോ വേണ്ട, നമുക്കിപ്പം ഏതെടുക്കാം. ഓക്കെ. ഇവിടെ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സോഷ്യൽ വർക്ക് ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ആണ്. ഇത്രയും ടെസ്റ്റ് പേപ്പർ കോഡുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിൻ്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് 25ആണ്. ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, അവിടെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം ആ ഒരു ക്യാമ്പസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അത് സ്കൂളിൻ്റെ പേരെന്താണ്, അതേപോലെ സെൻറ്റർ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാം ഒബ്ജക്റ്റീവ്, ആ ഒരു ഇയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെമസ്റ്റർ വൈസ് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കുന്നത്, അതിൻ്റെ ക്രെഡിറ്റ്സ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇനി നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഫീസ് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പോൾ ഫീസ് ഓരോ സെമസ്റ്റർ വൈസ് എത്രയാണ് ഫീസ് എന്ന് അവർ കാണിക്കുന്നുണ്ട്. ട്യൂഷൻ ഫീസ്, അങ്ങനെ ഒരുപാട് IT ചാർജ്, ലൈബ്രറി ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫീസ് പറയുന്നുണ്ട്. അപ്പോൾ സെമസ്റ്റർ ഫീ നോക്കുന്ന സമയത്ത് 57,000 രൂപയാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ഈ ഒരു പ്രോഗ്രാമിന് അവർ ഫസ്റ്റ് സെമസ്റ്ററിൽ വാങ്ങുന്നത്. അപ്പം ടോട്ടൽ ഫീസ് അതേപോലെ ഇയർലി ഫീസും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എവിടേക്കായിരിക്കും, നമ്മുടെ സമത് പോർട്ടലിലേക്കാണ്. ആപ്ലിക്കേഷൻ ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ. അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാനായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ഇപ്പം കുറച്ച് പ്രോഗ്രാംസ് നോക്കി, ആ രീതിയിലാണ് നമ്മളൊരു കോഴ്സ് എടുക്കേണ്ടത്. ആ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ സോഷ്യൽ വർക്കിൽ വന്നിട്ട് നമ്മളിങ്ങനെ കോഴ്സ്
ഏതാണ്, അതേപോലെ അതിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ കോഡും സീറ്റ് നമ്പറും ആ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എലിജിബിലിറ്റി നോക്കണം. ഇതിൽ ഓറിട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എലിജിബിലിറ്റി നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ കൺഫേം ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ അഡ്മിഷൻ റൂൾസ് പറയുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം ഈ ഒരു ഏരിയ. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരുന്നതിന് മുൻപായിട്ട് പ്രീ അഡ്മിഷൻ കൗൺസിലിംഗ് സെഷൻ നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇമെയിൽ ത്രൂ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതോടൊപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വെക്കണം. ഓക്കെ, അപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു PDF താഴെയായിട്ട് ഒരു അണ്ടർടേക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. അതോടൊപ്പം നിങ്ങളുടെ ഒറിജിനൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ബൈ 31 ഒക്ടോബർ 2026 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞിട്ട് തന്നെ അതായത് നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു സെമസ്റ്റർ ഫീസ് അടിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ 7 ദിവസത്തിന്റെ ഉള്ളിൽ അവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി പേയ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഫണ്ട് പോസിബിൾ ആണ്. അതിന്റെ ഒരു എത്ര പെർസെൻറ്റേജ് റീഫണ്ട് പോസിബിൾ ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. 50 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ അതോ അതിൻ്റെ ഉള്ളിലോ ആണെന്നുണ്ടെങ്കിൽ 100% റീഫണ്ട് വരും. പക്ഷെ റീഫണ്ട് എമൗണ്ടും അതേപോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസും ഒഴിച്ചുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, ഇനി റിസർവേഷൻ പോളിസി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഓരോ സീറ്റിനും, അതായത് ഇപ്പം SC കാറ്റഗറി ആണെങ്കിൽ 50% ടോട്ടൽ സീറ്റിൽ നിന്ന് ഒരു റിസർവേഷൻ വരുന്നുണ്ട്. 7.5 ആണ് ST കാറ്റഗറിക്ക് വരുന്നത്. ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിൻലി പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫീസും കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിൽ, അതായത് ഓരോ കോഴ്സിൽ കയറി കഴിഞ്ഞാൽ സെമസ്റ്റർ വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ആ കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു PDF താഴെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് അണ്ടർടേക്കിംഗ് കിട്ടും കേട്ടോ. ഫോർമാറ്റ് ഫോർ OBC NCL സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് SC ST സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണോ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് ഇൻ എക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ സയൻസ് ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓരോ സെമസ്റ്റർ വൈസ് അവിടുത്തെ ക്രെഡിറ്റ്, അതേപോലെ എത്ര ഹവേഴ്സ് പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എമൗണ്ട് ഫീ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ CUETയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ റോൾ നമ്പർ കൊടുക്കുന്നു, നമ്മുടെ ആപ്ലിക്കൻറ്റ് ഫുൾ നെയിം കൊടുക്കുന്നു, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ മൊബൈൽ നമ്പർ. ഇത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നിങ്ങൾ CUETക്ക് കൊടുത്തിട്ടുള്ള അതേ മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക. കൺസെന്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ച വെരിഫിക്കേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് മൂവ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു OTP വരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യുക. അതായത് OTP എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പാസ്വേഡ് സെറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പിന്നീട് ആ ഒരു പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മൾ CUETയുടെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്വേഡും കൊടുക്കുന്നു, ക്യാപ്ച വെരിഫിക്കേഷൻ നടത്തുന്നു, ലോഗിൻ ചെയ്യുന്നു. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് സമർത്ത് പോർട്ടലിലേക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഈ ഒരു രീതി സെയിം ആണ്. അവിടെ നമുക്ക് 3 രീതിയായിട്ട് അല്ലെങ്കിൽ 3 സെഷൻസ് ആയിട്ട് പറയാൻ പറ്റും. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രോഗ്രാം, ഏത് പ്രോഗ്രാം വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുണ്ടാകും. പിന്നീട് നമ്മുടെ പേയ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്തു. പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം MA പ്രോഗ്രാം, അതിൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ സോഷ്യൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്ക് സെലക്ട് ചെയ്യുന്നു.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന വിൻഡോ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് അടിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് ഡാറ്റാസ് കൊടുത്തതൊക്കെ എൻ്റർ ആയിട്ടുണ്ടാകും. അതല്ലാത്ത കാര്യങ്ങൾ ഓക്കെ, നമ്മുടെ കാറ്റഗറി അതേപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, ഇഷ്യൂയിങ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ, അതേപോലെ അൾട്ടർനേറ്റീവ് നമ്മുടെ ഇമെയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, കറസ്പോണ്ടിങ് അഡ്രസ്സ്, അതേപോലെ പെർമനന്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ അവരെ നമ്മൾ ടിസിലുള്ള ആളായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിൻ്റെതാണ്. അപ്പം നിങ്ങൾ നോ കൊടുത്തിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് അത് കറക്റ്റ് കൊടുക്കുക. എമർജൻസി കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, അതും കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റെഡ് മാർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ പോലത്തെ കാര്യങ്ങൾ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ബാങ്ക് ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇൻ കേസ് ഒരു റീഫണ്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്ത നമ്പറിലേക്കായിരിക്കും വരിക. അതർ കാറ്റഗറി കോട്ട ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് അവർ ചോദിക്കുന്ന ഡാറ്റാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ PWD കാറ്റഗറി ആണെങ്കിൽ അങ്ങനെ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചിൽഡ്രൻ ഓർ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ് പേഴ്സണൽസ് ചോദിക്കുന്നുണ്ട്, അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പ്രോഗ്രാമാണ് എടുത്തത് അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റ് വായിച്ച് നോക്കുക. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, PDF ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് അത് തന്നെയല്ലേ എന്ന് കൺഫേം ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാസ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലാസ് 10 പാസിംഗ് ഇയർ ഏതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് നമ്മുടെ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ നിങ്ങൾ ഏത് ഏത് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്, ഏത് ബോർഡ് ഓഫ് അല്ലെങ്കിൽ ഏത് പിന്നെ എക്സാമിനേഷൻ CBSE ആണോ അല്ലെങ്കിൽ ഏതാണ് എഴുതിയിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ 10th ഏതായിരുന്നു, അതേപോലെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. ഇതിന് ശേഷം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ +2ൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, +2 ഇതേപോലെ നമ്മൾ 10th എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇവിടെ ഒരു ഡിഫറൻസ് വരുന്നത് നമ്മുടെ ഓരോ സബ്ജക്റ്റും അവർക്ക് എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ മാർക്ക്, ഒബ്റ്റെയിൻഡ് മാർക്ക്, ടോട്ടൽ മാർക്ക് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ഗ്രാജുവേഷൻ എമൗണ്ട് അല്ലെങ്കിൽ ഗ്രാജുവേഷനിൽ നമ്മൾ അപ്പിയർഡ് ആണോ അല്ലെങ്കിൽ ഈ ഇയറിലാണോ പാസ്സാവുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പാസ്ഡ് ആണോ അല്ലെങ്കിൽ ഈ ഇയറിലാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇയറിൽ പാസ് ഔട്ട് ആവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അപ്പിയർഡ് അല്ലെങ്കിൽ അപ്പിയറിംഗ് കൊടുത്തിട്ട് നമ്മുടെ ഗ്രാജുവേഷനിൽ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻസ് നമ്മൾ പഠിച്ചു എന്നുള്ളത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് കോളേജിൽ നിന്നാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊന്ന് റീഡ് ചെയ്യാനുള്ള ഒരു രീതിയിലെത്തും. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് APAR ID ചോദിക്കും. അപ്പൊ നിങ്ങൾ APAR ID അല്ലെങ്കിൽ ABC ID എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്തിരിക്കണം, അത് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾ നമ്മുടെ ഫോട്ടോ അതോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ID ചിലപ്പോൾ ചോദിക്കും, അത് വേണം. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമ്മൾ അതല്ലാതെ ഫോട്ടോ, സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് ആയിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, +2ൻ്റെയും 10th വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, JPG അല്ലെങ്കിൽ JPEG എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം. ഫയൽ സൈസ് വരുന്നത് 10 KB to 500 KB ആണ്. ഓക്കെ, അത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, CUET സ്കോർ കാർഡ്, അതേപോലെ അഡ്മിറ്റ് കാർഡൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെന്റിലേക്ക് പോകാൻ പറ്റും. അവിടെ പേയ്മെന്റ് നിങ്ങൾക്ക് നടത്താം. ആൻഡ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രാം ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊസീജിയറിലൂടെ ഭാഗമായിട്ട് ലാസ്റ്റ് പേയ്മെന്റ് നടത്തിയാൽ മതിയാകും. ഓക്കെ, അത് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷമാണ് പേയ്മെന്റിലേക്ക് ആക്ച്വലി വരുന്നത്. ഇപ്പോൾ കൺഫർമേഷന് മുമ്പ് ഒരു ഡിക്ലറേഷൻ വരുന്നുണ്ട്. ഡിക്ലറേഷൻ കൊടുത്തിട്ട് നിങ്ങൾ അടിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടിസിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അത്രയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഒരു ഫീസ് വാങ്ങുന്നുണ്ട്, ആ രീതിയിൽ അപ്ലൈ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.